ഒരു സ്ത്രീ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, അവർ ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. ഈ ദിലീപ് ഉപേക്ഷിച്ച ബന്ധം വിച്ഛേദിച്ച സ്ത്രീയുണ്ട്. ആ ബന്ധം വിച്ഛേദിച്ചപ്പോൾ വേണുവിനോടൊപ്പം അല്ല ദിലീപിനോടൊപ്പം പ്രായമായ മകൾ നിന്നെങ്കിൽ അല്പം നീതി അപ്പൻ്റെ ഭാഗത്തുണ്ട്. PC ജോർജ് പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇത് എനിക്കും തോന്നിയൊരു സംശയമാണേ. അതായത് ഇപ്പം മഞ്ജു വാര്യരും ദിലീപും കൂടെ തമ്മിൽ ഡിവോഴ്സ് ആയതിനു ശേഷം ഈ പെൺകുട്ടി, അതായത് മകൾ, എന്തുകൊണ്ടാണ് ദിലീപിൻ്റെ കൂടത്തിൽ പോയത്, അപ്പൻ്റെ കൂടത്തിൽ പോയത്, അമ്മയുടെ കൂടെ പോയില്ല എന്ന് ഞാനൊന്ന് ചിന്തിച്ചതാണ്. പിന്നെ അതിനുശേഷം ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോഴേ രണ്ടുപേർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ടല്ലോ. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ദിലീപിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുമൊക്കെ മറ്റുമൊക്കെ ദിലീപിൻ്റെ കൊച്ചിന് ഇതുപോലെ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും അപ്പൻ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോസ് കാണാറുണ്ട്. ഇവർ എല്ലാം പാർട്ടിക്ക് പോകുമ്പോഴത്തേക്കും എല്ലാം മകളുമായിട്ടൊക്കെ ദിലീപ് പോകുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ മഞ്ജു വാര്യരെ സംബന്ധിച്ച് മഞ്ജു വാര്യൻ്റെ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മകളുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോസും ഈ പറഞ്ഞ പോലെ ആ കൊച്ചിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ട് ഒരു അഭിനന്ദനം കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഈ സംശയം കുറേ നാളായിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ സംശയം ഇല്ലാതായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അത് അവരുടെ കുടുംബകാരിയാണല്ലോ. ഒരു പക്ഷേ മഞ്ജു വാര്യർ ഈ കുട്ടീനെ കാണുന്നുണ്ടായിരിക്കും, അമ്മയല്ലേ പിന്നെ കാണാതിരിക്കുമോ, അപ്പോൾ അവർ കാണുമായിരിക്കും. പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു പക്ഷേ താല്പര്യമില്ലായിരിക്കും എന്ത് ഈ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഈ ഫോട്ടോസ് ഇടുന്നതിനും മറ്റൊന്നും അവർക്ക് താല്പര്യമില്ലായിരിക്കും. നമുക്കറിയത്തില്ലല്ലോ, നമുക്കറിയാൻ മേലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ കുശുമ്പും കുന്നായ്മയും പറയുന്നത് ശരിയില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം വിട്ടു. പക്ഷേ ഒരു കോമൺ മാൻ എന്നുള്ള നിലയ്ക്ക് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ നടക്കും. ഇതെല്ലാം മറ്റു നമ്മൾ പുറത്തോട്ട് പറയണം. ചില ആൾക്കാർക്ക് ഇതുപോലെ ഇപ്പോൾ ദിലീപിന് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കാം കൊച്ചിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതൊക്കെ പുള്ളിക്ക് താല്പര്യം ഉണ്ടാക്കി. പക്ഷേ ഒരു അമ്മയെ സംബന്ധിച്ച് പുള്ളിക്കാരിക്ക് ഇതിനകത്തിന് അതെല്ലാം കഴിഞ്ഞ് പോയ കാര്യമല്ലേ, ഇപ്പം ഞാനും എൻ്റെ മോളും കൂടി ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നാട്ടുകാരെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവരും ചിന്തിച്ച് കാണും. അപ്പോൾ നമുക്കറിയത്തില്ല, അതുകൊണ്ട് ഞാനത് വിട്ടു. ഇനി നമുക്ക് ദിലീപിൻ്റെ വിഷയത്തിലേക്ക് വരാം. അതായത് ഇപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടീനെ ഇന്ന പോലെ കാറെ കയറ്റി ആക്രമിച്ചു, അവസാനം ലാലിൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ട് ഇറക്കി വിട്ടു. ഇതാണല്ലോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു സംശയം. ഒന്നെങ്കിൽ ഈ പരിപാടി പ്ലാൻ ചെയ്തത് ദിലീപാണെന്നാണല്ലോ പറയപ്പെടുന്നത്, സ്പോൺസർഡ് ബൈ ദിലീപ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ പരിപാടി പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ദിലീപ് ഭൂലോകം മണ്ടനായിരിക്കണം, അല്ലെങ്കിൽ ദിലീപ് നിരപരാധിയായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെലിബ്രിറ്റിയാണ്. ആ സമയത്ത് പുള്ളിക്കാരൻ ഒരുമാതിരിപ്പെട്ട സംഘടനകളെല്ലാം തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാളോട് വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പണി കൊടുക്കാനായിട്ട് ഈ ഒരു മാർഗ്ഗം സ്വീകരിക്കുമോ? അതായത് തലച്ചോറുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക. അത്ര ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പലരും പറയാറുണ്ട് സെലിബ്രിറ്റികൾ ഇന്ന പോലെ അവർക്കൊക്കെ ഇഷ്ടം പോലെ പെണ്ണ് പിടിക്കാൻ പോകുന്നുണ്ട്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നേക്കാം. പക്ഷേ നമ്മൾ കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം കരിയർ തകർത്തിട്ട് ആരെങ്കിലും ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമോ? എല്ലാവരും മനുഷ്യരാണ്. ഉണ്ടെങ്കിൽ തന്നെ അവർ അത്രയ്ക്ക് രഹസ്യമായിട്ടല്ലേ പോകത്തുള്ളൂ. നമ്മുടെ ഈ കേരളത്തിൽ കിടന്ന് കുന്തളിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് വിദേശ രാജ്യത്ത് പോകാമല്ലോ, ശരിയല്ലേ? ഒന്നാമത്തെ കാര്യം ഇപ്പം സർവ്വസമയത്ത് മൊബൈൽ ക്യാമറയാണ് ഇവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സെലിബ്രിറ്റികളാണ്. അപ്പോൾ അവരിങ്ങനെയുള്ള പരിപാടികളൊന്നും പോകാൻ സാധ്യതയില്ല, പ്രത്യേകിച്ചും കേരളത്തിൽ. ഇനി അതുപോലെയുള്ളവരാണെങ്കിൽ വല്ല വിദേശത്തോട്ടും പോകത്തുള്ളൂ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. അപ്പോൾ ഈ ദിലീപിനെ സംബന്ധിച്ച് പുള്ളിക്ക് അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തി, ഇതുപോലെ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ കാണിച്ച് നമ്മളെങ്ങനെ വിശ്വസിക്കും? അതും എറണാകുളം ടൗണിൽ കൂടെ 4-5 മണിക്കൂർ ഇങ്ങനെ ചുറ്റി വന്നെന്നാണ് ഈ പറയുന്നത്. പിന്നെ പൾസർ സുനീനെ എന്തുകൊണ്ട് ദിലീപ് ഏൽപ്പിച്ചു എന്നൊരു ചോദ്യം കൂടെ വരും. പൾസർ സുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇതുപോലുള്ള തരികിട ഉടായ്പ പരിപാടി എല്ലാം കാണിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദിലീപിനും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിനെ കൊണ്ട് ഏൽപ്പിക്കാനായിട്ട് പുള്ളിക്ക് തലയ്ക്കകത്ത് വല്ല ഓളമുണ്ടോ? പുള്ളിക്ക് വേണമെങ്കിൽ അങ്ങ് ആഫ്രിക്കയിൽ നിന്ന് ഒരു നീഗ്രോനെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ഈ പരിപാടി നടത്താനായിട്ടുള്ള സാമ്പത്തികം ഇല്ലേ? ശരിയല്ലേ? പിന്നെ വേറെ എത്രയോ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാമായിരുന്നു. കാറിനകത്ത് കയറ്റി, അതും പോലീസ് ചെക്കിങ് വരാം, ഇല്ലേ? ക്യാമറകൾ കാണാം, അങ്ങനെ എന്തെല്ലാമുള്ള അന്നത്തെ ഈ സംഭവം നടന്ന 2017 ക്യാമറ ഇല്ലെന്ന് നോക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ ആളും ബഹളവും ലൈറ്റും സെറ്റപ്പും എവിടെ വേണമെങ്കിലും പോലീസ് ചെക്കിങ് വരാം, ഈ അലറി വിളിക്കാം, വണ്ടി വെട്ടാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ എന്നാൽ കാറെ വെച്ച് പീഡിപ്പിച്ചോളാൻ അങ്ങ് പറഞ്ഞോ? ദിലീപിനെ സംശയിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതായത് പൾസർ സുനിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ആര് കെട്ടിവെച്ചു, ആര് കൊടുത്തു? അതിനുശേഷം പൾസർ സുനി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം ഇതുപോലെ ആഡംബര ജീവിതം നയിക്കാനായിട്ടുള്ള ലക്ഷങ്ങൾ പുള്ളിയുടെ കയ്യിൽ എവിടുന്ന് വന്നു, ആര് കൊടുത്തു? ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നുമില്ല, പറയുന്നുമില്ല. പൾസർ സുനിക്ക് ആരാണ് സംരക്ഷണം നൽകുന്നത്? അതിൻ്റെ പുറകെ ആരും പോകുന്നുമില്ല. അതിനെക്കുറിച്ച് ആർക്കും ചർച്ച ചെയ്യുകയും വേണ്ട. എന്തുകൊണ്ട് ബട്ട് വൈ? ഒരു ലെറ്റർ ഒരു ജയിലിൽ ഒരു കുറ്റവാളിക്ക് ഇങ്ങോട്ട് വരികയും അല്ലെങ്കിൽ കുറ്റവാളി അങ്ങോട്ട് എഴുതി കൊടുക്കുകയും ചെയ്യുമ്പോഴത്തേക്കെല്ലാം ഇതെല്ലാം ആൾക്കാർ വായിച്ചിട്ടൊക്കെ ഉള്ളൂ
കൈമാറത്തുള്ളൂ. അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ലെറ്റർ എഴുതുക, അല്ലെങ്കിൽ ദിലീപിന് രഹസ്യമായിട്ട് ലെറ്റർ എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? അത് എന്നാ പൾസർ സുനിക്ക് അതൊന്നും അറിയത്തില്ല. ഈ ഒരു പാവം കൊച്ചാണോ ഇങ്ങനെ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അവരൊന്നും പരിശോധിക്കത്തില്ലെന്ന് അറിയത്തില്ലായിരുന്നോ? അയ്യോ. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് ഫോൺ വിളിച്ചെന്നൊക്കെ പറയുന്നു. ഈ ഫോൺ വിളിച്ചെങ്കിൽ ഈ ഫോൺ എവിടുന്ന് കിട്ടി? അതൊക്കെ എനിക്ക് മനസ്സിലാകാത്തത്. ഫോൺ വിളിച്ചു, അപ്പോൾ ഈ ഫോൺ ആര് കൊടുത്തു, എപ്പോൾ കൊടുത്തു? ഇനി അതാ ഫോൺ കൊടുത്തത് ഞാൻ റെക്കോർഡ് ചെയ്തെന്നാണ്, റെക്കോർഡിംഗ് ആണ് പുറത്തായത്. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യണമെങ്കിൽ സാധാരണ ഫോൺ പറ്റത്തില്ലല്ലോ, സ്മാർട്ട് ഫോൺ പോലുള്ളതിലല്ലോ ഈ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇത്രയും സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ട് മറ്റേത് പിന്നെ പോട്ടെ നോക്കാം, എൻ്റെ ബാറ്ററിയോ ഒക്കെ മാറ്റി അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവച്ച് നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വല്ല വിധേനയിലും കയറ്റി നോക്കാം. ഈ സ്മാർട്ട് ഫോണൊക്കെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? സ്മാർട്ട് ഫോണല്ലേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചൊന്നും ഒരു ചോദ്യവും ഇല്ല, ആൾക്കാർക്കൊന്നും അതിനെക്കുറിച്ച് ഒരു സംശയവും ഇല്ല. എല്ലാവരും പൾസർ സുനി പറഞ്ഞു ഞങ്ങളുടെ ചക്കരപ്പന്ന, പൾസർ സുനി പറഞ്ഞു ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ചക്കരമ്മ പൾസർ സുനിക്ക്. ഇതാണ് ഓരോരുത്തരുടെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിസംബർ 8 എന്തായാലും കേസിൻ്റെ വിധിയാണല്ലോ. കേസിൻ്റെ വിധി വരുന്നെന്ന് കേട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് സമാധാനം നഷ്ടപ്പെട്ടു. പലരുടെയും കമൻറ്റുകൾ ഇപ്പോൾ കേൾക്കണം, ബഹുരസമാണ്. അതായത് ദിലീപ് എങ്ങനെയും ശിക്ഷിക്കപ്പെടണം, അതായത് പൾസർ സുനി രക്ഷപ്പെട്ടാലും വേണ്ടില്ല, ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം. അതെന്തിനാണ് ഇവരിങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദിലീപ് വ്യക്തിപരമായിട്ട് ഇവരെ വല്ല ഉപദ്രവിച്ചോ, അതോ ദിലീപിനെ ഇവർക്ക് വ്യക്തിപരമായിട്ട് അറിയാവോ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഈ കമൻറ്റൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് എങ്ങനെയും ദിലീപ് ശിക്ഷിക്കപ്പെടണം. പൾസർ സുനിനെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. അതായത് പൾസർ സുനി എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയുടെ അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധങ്ങളൊന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ട് ഒന്നുമില്ല. അത് 1 കോടി രൂപയുടെ കൊട്ടേഷന് 10,000 രൂപ അഡ്വാൻസ് മേടിച്ചു പോലും. അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പൾസർ സുനി പറഞ്ഞതാണ് ഈ കൂട്ടർക്ക് ഭയങ്കര വിശ്വാസം. അതായത് പൾസർ സുനിനെ എന്ന് പറഞ്ഞാൽ ഇവർ ഹരിചന്ദ്രനെ പോലെയാണ് കണക്കാക്കുന്നത്. പൾസർ സുനി ഞങ്ങളുടെ ചക്കരപ്പനാണ്, പൾസർ സുനി പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും, ദിലീപ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കത്തില്ല. കാരണം പൾസർ സുനി എന്ന് പറഞ്ഞാൽ അത്ര ഞങ്ങളുടെ പൾസർ സുനിനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. അത്രയ്ക്ക് ഞങ്ങൾക്ക് വിശ്വാസം പൾസർ സുനിനെയാണ് എന്നാണ് ഇവരുടെ ബോധ്യം. അല്ലേ? അതുകൊണ്ടല്ലേ ഇവർ ദിലീപിനെ അവിശ്വസിക്കുന്നത്. അല്ലാതെ വേറെന്താ തെളിവുള്ളത്? അല്ലാതെ ഈ ആക്രമിക്കപ്പെട്ട നടി ഇതുവരെ ദിലീപിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പൾസർ സുനി മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ശരിയല്ലേ? 8-ാം തീയതി വിധി വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ദിലീപ് കുറ്റവാളിയായിരിക്കാം. അപ്പോൾ നമ്മൾ അയാളെ പിടിച്ച് കുരിശ കയറ്റിയാൽ പോരെ. അതിന് മുന്നേ ഈ 2017 തൊട്ട് തുടങ്ങിയ ഇയാൾക്കെതിരെയുള്ള ആക്രമണം അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പക്ഷേ വേറെ കാര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇയാളെ കുറ്റവാളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ എല്ലാവരോടും ഇങ്ങനെയല്ല പെരുമാറുന്നതെന്നുള്ളതാണ് വേറൊരു സത്യം. അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടി വന്ന ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. ആ കമൻറ്റിന് അഖിൽ മാരാർ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്, അതും വായിക്കാം. അഖിൽ, നിങ്ങളുടെ നിലപാട് നിങ്ങളുടേത് മാത്രമാണ്, അതുപോലെ എല്ലാവരും ചിന്തിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ദിലീപ് ഏറ്റവും സ്നേഹിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കുറച്ചധികം പേര് വെറുക്കുവാൻ കാരണം ഒരു പീഡനത്തിൻ്റെ പേരിൽ മാത്രമല്ല, അയാളുടെ കുടുംബത്തെ ഭദ്രമാക്കി കൊണ്ടുപോകാൻ അയാൾക്കായില്ല. അത് കഴിഞ്ഞ് എന്തിൻ്റെ പേരിലാണോ കുടുംബം നഷ്ടപ്പെട്ടത് എന്ന് പറയുന്ന ആളെ തന്നെ വിവാഹം കഴിച്ചു. അപ്പോൾ ആരാണ് മറ്റുള്ളവൻ്റെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയത്? നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുടുംബബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്, എല്ലാവരും അല്ല. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് നമുക്കൊക്കെ വെറുക്കപ്പെട്ട ഒരാളായത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ, ലക്ഷ്മിയെ സ്നേഹിക്കുന്ന ആൾ അല്ലേ? സോഷ്യൽ മീഡിയയിലൂടെയാണ് ലക്ഷ്മിയെ പരിചയം. പക്ഷേ അവരെ നമ്മൾ സ്നേഹിക്കുന്നത് അവർ പുറം ലോകത്തുണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റി അതുപോലെ ആണ് മഞ്ജുവും. അവരെ നമ്മുടെ വീട്ടിലെ കുട്ടിയെപ്പോലെ തോന്നിയിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ സ്ത്രീകൾക്ക് മാത്രമേ ഒരാളുടെ മനസ്സ് അത്രമേൽ വായിക്കാൻ കഴിയൂ. ഈ കമൻറ്റിന് അഖിൽ മാരാർ കൊടുത്ത റിപ്ലൈ ആണ്. മഞ്ജു വാര്യരെ ദിലീപ് വേണ്ടെന്ന് വെക്കാനുള്ള കാരണം അറിഞ്ഞാൽ അന്ന് തീരും നന്മമരത്തിൻ്റെ ഫേക്ക് ഇമേജ്. എന്തുകൊണ്ട് അമ്മയുടെ കൂടെ നിൽക്കാതെ മകൾ അച്ഛൻ്റെ ഒപ്പം പോയി എന്ന് അറിയണം. സത്യം കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾക്ക് മുന്നിലെത്തുന്ന കാലത്തിനായി കാത്തിരിക്കൂ. അപ്പോൾ ഈ അഖിൽ മാരാറിനെ പോലുള്ളവരൊക്കെ ദിലീപിനെ അനുകൂലിച്ച് ഒരുപാട് ഇൻ്റർവ്യൂസിനും മറ്റുമൊക്കെ വന്നിരുന്നു, ഇതുപോലെ കിടന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അഖിൽ മാരാറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പം ഇവരെന്നൊക്കെ പറഞ്ഞ ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഇവർ പറയുന്നതിനൊക്കെ ഓരോ വിലയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ വില കളഞ്ഞു വിളിക്കാൻ ഒരു കാരണവശാൽ ഇവർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് എൻ്റെ സംശയം. ഞാൻ പറയുന്നത് എന്നാ, ഇരയ്ക്ക് നീതി കിട്ടിക്കോട്ടെ. ഇതിൽ ഇര ആരാണെന്ന് കോടതിയല്ലേ തീരുമാനിക്കണ്ടേ? ശരിയല്ലേ? ഇന്നയാൾ ഇരയാണ്, സമ്മതിച്ചു. ഇനി ദിലീപ് ഇരയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിന് മുന്നേ കിടന്നുകൊണ്ട് ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്നിങ്ങനെ പറയുന്നതിൻ്റെ അകത്തെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് നിങ്ങളുടെ യുക്തിയെന്ന്. അതായത് അങ്ങനെ ആ കുറ്റം ചെയ്തെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. ഇതിന് മുമ്പ്, കോടതിക്ക് മുമ്പേ ഇവിടെ കിടന്നുകൊണ്ട് ഈ വെപ്രാളം പെടാനായിട്ട് നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഈ ദിലീപിനോട് ഇത്ര ദേഷ്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. പൾസർ സുനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ള വ്യക്തിയാണോ? അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സംശയങ്ങൾ ചോദിച്ചല്ലോ. അപ്പോൾ ഈ സംശയത്തിന് ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. മാന്യമായി കമൻറ്റ് ചെയ്യാൻ ചിലർക്ക് അറിയത്തില്ല, അവർക്ക് അറിയാവുന്ന ഭാഷയിൽ അവർ കമൻറ്റ് ചെയ്തോട്ടെ. എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ വളർന്നു വന്ന സാഹചര്യമൊക്കെ അതായിരിക്കും, നമുക്ക് അങ്ങ് വിട്ട് കളഞ്ഞേക്കാം. അല്ല ബെനയ്യാനാണ് എൻ്റെ പോസ്റ്റിൻ്റെ അടി വന്ന് ഇഷ്ടം പോലെ തെറിവിളികളൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കാറുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നട റോട്ടിൽ ഒരുത്തൻ നിന്ന് തുണി നോക്കി കാണിച്ചു.
ഓക്കെ, അതിനിപ്പോൾ എന്നാ, അവൻ്റെ ചുമ്മാണി നാട്ടുകാർ കണ്ടു, അത്രയല്ലേ ഉള്ളൂ. എന്നും പറഞ്ഞോട്ട് ഞാൻ തിരിച്ച് മുക്കി കാണിച്ചാൽ എൻ്റെ ചുമ്മാണി നാട്ടുകാർ കാണും, അല്ലേ? അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ കാണിക്കാനായിട്ടും ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ച് പറയുന്നില്ല. ഓരോരുത്തരുടെ മാന്യതയ്ക്കനുസരിച്ച് കമൻറ്റ് ചെയ്യുക. ഓക്കെ.